ഹലോ, ഗുഡ് ഈവനിങ്. സുനൈന മിസ് ആണ്. അപ്പോൾ ഇന്ന് ഞാൻ എടുക്കുന്നത് സ്ട്രക്ചറൽ ആൻഡ് ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിലെ മൊഡ്യൂൾ 4 എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടിലെ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിലെ സാനിറ്ററി എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്ന സെക്ഷനാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫിഗറിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വീട്ടിലെ വേസ്റ്റ് വാട്ടർ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വീട്ടിൽ നിന്ന് പുറത്തേക്ക് കളയുന്നുണ്ടാവുമല്ലോ. അപ്പോൾ പുറത്തേക്ക് കളയുന്ന സമയത്ത് അത് ഓപ്പൺ ആയിട്ടാണോ കളയാറ്? അല്ല, നമ്മളൊരു സെപ്റ്റിക് ടാങ്കാണ് അല്ലെങ്കിൽ ഒരു ടാങ്ക് ഉണ്ടാക്കി അതിലേക്ക് എന്ത് ചെയ്യും, കവർ ചെയ്തിട്ട് ആ വെള്ളമാക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഭയങ്കരമായിട്ടുള്ള സ്മെല്ലും പിന്നെ ബാക്ടീരിയ ഒക്കെ കൂടി വന്നിട്ട് നമുക്ക് ഹെൽത്ത് ഇഷ്യൂസിനൊക്കെ വരാം. അതുകൊണ്ടാണ് ഇതിനെ സാനിറ്ററി എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ സാനിറ്ററി എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ ഒരു സെക്ഷനാണ് ഞാൻ സെപ്റ്റിക് ടാങ്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സെപ്റ്റിക് ടാങ്കിൽ നിങ്ങളെല്ലാവർക്കും കണ്ടിട്ടുണ്ടാവും. സെപ്റ്റിക് ടാങ്ക് എല്ലാവരും സെപ്റ്റിക് ടാങ്കിൽ നിങ്ങൾക്ക് എന്താ അറിയാം, ഒരു ഫസ്റ്റ് വരുന്ന ഒരു ചാമ്പർ ഉണ്ടാവും. അതിനെ ഇൻസ്പെക്ഷൻ ചാമ്പർ എന്ന് പറയും. ഏകദേശം ഈ ഒരു ഫിഗർ നിങ്ങളത് അറിയാം. ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫിഗറാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഈ ഫിഗറിൽ ഈ ഭാഗത്താണ് എന്ത് വരുന്നത്, നമ്മളുടെ ഇൻലെറ്റ് വരുന്നത്. ഈ ഭാഗമാണ് ഇൻലെറ്റ്, അതായത് വേസ്റ്റ് വാട്ടർ ഇതിലൂടെ വന്ന് ഇത് പൈപ്പിലൂടെ വന്ന് ഉള്ളിലേക്ക് വരും. അപ്പോൾ ആ ടാങ്കിൻ്റെ ഉള്ളിൽ വന്ന് നിൽക്കും. അപ്പോൾ ആ ടാങ്കിൻ്റെ ഉള്ളിൽ വന്ന് നിൽക്കുന്ന സമയത്ത് അവിടെ വേസ്റ്റ് മെറ്റീരിയൽസും പ്ലസ് വാട്ടറാണ് വരുന്നത്. അപ്പോൾ ആ മെറ്റീരിയൽസിന് എന്തുണ്ടാവും, വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ ആ വെയിറ്റ് ഉള്ള സംഭവങ്ങൾ താഴെ അടിഞ്ഞിടും. അതിനെ നമ്മൾ സ്ലഡ്ജ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും. ഇനി ഈ വേസ്റ്റ് മെറ്റീരിയൽസ് ഓയിൽ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിലൊരു പിന്നെ മഞ്ഞക്കളർ പോലെയുള്ള വെള്ളങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങൾ, ഓയിൽ ഭാഗങ്ങൾ മുകളിൽ വന്ന് നിൽക്കും. അതിന് സ്ലം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് എന്ത് കിട്ടും, ക്ലിയർ വാട്ടർ കിട്ടും. ആ ക്ലിയർ വാട്ടർ എന്ത് ചെയ്യും, ഔട്ട്ലെറ്റ് പൈപ്പിലൂടെ പുറത്തേക്ക് വന്ന് നേരെ നമ്മൾ എന്ത് കൊടുക്കാം, ഇറിഗേഷൻ പർപ്പസസിനോ അല്ലെങ്കിൽ നമ്മളത് നേരെ എന്തിലേക്ക് കൊടുക്കും, ഭൂമിയിലേക്ക് കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു സാനിറ്ററി എന്നുള്ള രീതിയിൽ അവിടെ നല്ല രീതിക്ക് ആ വേസ്റ്റ് വാട്ടർ യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് എന്ത് ചെയ്യണം, ഇത് വരയ്ക്കണം. എങ്ങനെയാണ് വരയ്ക്കുന്നത്? അപ്പോൾ പല ക്വസ്റ്റ്യൻസ് പല മോഡലിലാവും സെറ്റ് ചെയ്തത്. ഇപ്പോൾ ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം, എന്താണ് ഇവിടെ താഴ്ഭാഗം കുറച്ച് സ്ലോപ്പ് ചെയ്ത് കൊടുത്തിട്ട്, ചിലതിൽ സ്ലോപ്പ് ചെയ്ത് കൊടുക്കില്ല. ഈ സ്ലോപ്പ് ചെയ്ത് കൊടുക്കുന്നത് എന്തിനാ, നമ്മുടെ സ്ലഡ്ജ് ഡെപ്പോസിറ്റ് കൂടുതലാവാൻ വേണ്ടിയിട്ടും അവിടുന്ന് അങ്ങനെ ക്ലിയർ വാട്ടർ കുറച്ച് കൂടുതൽ പുറത്തേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ലോപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സ്ലോപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ സ്ലോപ്പ് എപ്പോഴും ഈ ഔട്ട്ലെറ്റ് പൈപ്പിൻ്റെ അവിടെ ആയിരിക്കും ഉയർന്ന് കിടക്കുക. നമ്മൾ ഇൻലെറ്റിൻ്റെ അവിടെ എന്ത് ചെയ്യില്ല, അതിൻ്റെ ബോട്ടം ഉയർത്തി കൊടുക്കില്ല. പകരം ആ സ്ലോപ്പ് ഇൻക്രീസ് ചെയ്ത് വരുന്നത് എവിടേക്കായിരിക്കും, നമ്മളുടെ ഔട്ട്ലെറ്റിൻ്റെ അവിടെ ആയിരിക്കും എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്ത്. ഈ പോയിന്റുകളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കും. അപ്പോൾ ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് ആദ്യത്തെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് ബാക്കി കുറച്ച് നോട്ട്സ് പോലെയാണ്, വേണമെങ്കിൽ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക്. കാരണം പല ആൾക്കാർക്കും നിങ്ങൾക്ക് ക്വാണ്ടിറ്റി സർവേയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് നിങ്ങൾ പഠിക്കുന്നുണ്ട്, ഇതെല്ലാം അറിയാം. അപ്പോൾ നമുക്കൊരു സെപ്റ്റിക് ടാങ്ക്. അപ്പോൾ ഒരു സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുമ്പോൾ എന്തുണ്ടാവാം, ഒരു സെപ്റ്റിക് ടാങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവാം, ഒരു കുഴി ഒഴിച്ച് എന്ത് ചെയ്യാം, നമ്മൾ ഒരു മാസൻ്റെ നമ്മൾ പടവ് പടുക്കും. അപ്പോൾ ആ പടവിന് മിനിമം എത്ര തിക്നെസ് ഉണ്ടാവണം, 20 സെൻറ്റിമീറ്റർ തിക്നെസ് ഉണ്ടാവണം. നോട്ട് ലെസ് ദാൻ 20 ആവരുത്. ഒരിക്കലും 20 സെൻറ്റിമീറ്ററിന് താഴെ ആവരുത് ആ പടവ് എന്ന് പറഞ്ഞാൽ. ചിലപ്പോൾ ബ്രിക്ക് മാസൻട്രി ആയിരിക്കാം, ചില ആൾക്കാർക്ക് സ്റ്റോൺ മാസൻട്രി പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ മിനിമം എത്ര കൊടുക്കണം, 20. ഇപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ എല്ലാ ഭാഗങ്ങളും അധികം തരാറുണ്ട്. ഇനി ക്വസ്റ്റ്യൻ എങ്ങാനും തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് കൊടുക്കണം, 20 സെൻറ്റിമീറ്റർ കുറഞ്ഞിട്ട് എന്ത് കാണിക്കാൻ പാടില്ല, ബ്രിക്ക് വാൾ കാണിക്കാൻ പാടില്ല. പിന്നെ നമ്മൾ അതിൻ്റെ എന്ത് കൊടുക്കും, ബ്രിക്ക് വാൾ കൺസ്ട്രക്ട് ചെയ്യുക, താഴെ ബോട്ടം എന്ത് ചെയ്തിട്ടുണ്ടാവും, കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ കോൺക്രീറ്റിൻ്റെ 1:2:4 റേഷ്യോയിലാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ഫിഗറിൽ നിങ്ങൾ എന്ത് കാണിക്കേണ്ട സംഭവങ്ങളാണ്. അപ്പോൾ 20 സെൻറ്റിമീറ്ററും എന്ത് കൊടുക്കണം, അവിടെ തിക്നെസ് മിനിമം 20 ഓക്കെ സിമെന്റ് കോൺക്രീറ്റ് 1:2:4 എന്നുള്ള രീതിയിൽ. പിന്നെ ഈ പോയിന്റിൽ നിങ്ങളടുത്ത് ഞാൻ കുറേ നോട്ട്സ് പോലെയാണ് തന്നിട്ടുള്ളത്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാം. പിന്നെ നമ്മൾ ചില ടാങ്കിൽ ഞാൻ പറഞ്ഞു സ്ലോപ്പ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1:10 മുതൽ 1:20 വരെ പ്രൊവൈഡ് ചെയ്യാറ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറയും എന്ത്, ബോട്ടം എത്രയാണ് സ്ലോപ്പ് ചെയ്ത്. അപ്പോൾ 1:10 എന്ന് മീനിങ് പറഞ്ഞാൽ എന്താണ്, 10 ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിന് 1 വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്നുള്ള രീതിക്കാണ് നമ്മളത് പറയാം. അപ്പോൾ 10 സെൻറ്റിമീറ്റർ നമ്മൾ ലെങ്ത് ഹൊറിസോണ്ടലായിട്ട് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് എത്തുണ്ടാവും 1 സെൻറ്റിമീറ്റർ ഹൈറ്റ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യണം.
ഓക്കെ. അപ്പോഴാണ് എന്ത് കിട്ടുക, ആ സ്ലോപ്പ് നമുക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ടാൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ ആണല്ലോ. അങ്ങനെയാണ് നമ്മൾ ഈ ഫിഗർ ഒക്കെ വരയ്ക്കുന്നത്. എങ്ങനെ? ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഞാൻ അതിന്റെ ഡയമെൻഷൻസ്, ഒരു സെപ്പറേറ്റ് അങ്ങനെ കുറെ കമ്പോണൻസ് ഉണ്ട്. അപ്പൊ അതിൽ എടുക്കേണ്ട ഡയമെൻഷൻസിന്റെ ഡീറ്റെയിൽ ആണ് ഞാൻ പറയുന്നത്. അതായത് ആദ്യത്തെ ഫസ്റ്റ് പറയുന്നത് ഒരു ടാങ്കിന്റെ ലെങ്ത്, വിഡ്ത്ത്, ഡെപ്ത് ഓഫ് സെപ്റ്റിക് ടാങ്ക് എത്രയൊക്കെ ആയിരിക്കണം മിനിമം വരേണ്ടത് എന്നുള്ള രീതിയിലാണ്. ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ മാത്രം ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അധികം ക്വസ്റ്റ്യനിൽ എല്ലാം തന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും പാർട്ട് അസ്യൂം ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അവിടെ എത്ര മിനിമം പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു വിഡ്ത്ത് നമുക്കൊരു 750 mm മിനിമം വേണം, അല്ലെങ്കിൽ 600 മിനിമം, ഒരു 750 അല്ലെങ്കിൽ 600 മിനിമം. ഒരാള് ഒരു ടാങ്കിന്റെ ഉള്ളിൽ നിന്ന് തിരിയാൻ വേണ്ടി ഏകദേശം മിനിമം എത്ര അവിടെ പ്രൊവൈഡ് ചെയ്യണം, നമ്മൾ 600 mm പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് എത്രയാണ്, ഒരു 750 mm നമ്മൾ വിഡ്ത്ത് പ്രൊവൈഡ് ചെയ്യും. ആ വിഡ്ത്ത് എന്ന് പറയുന്നതിന്റെ 2 to 4 times ആയിരിക്കും അതിന്റെ ലെങ്ത് ഓഫ് സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്നത്. വിഡ്ത്ത് ഇപ്പോൾ W വിഡ്ത്ത് തന്നാൽ 2 times ഓഫ് വിഡ്ത്ത് അല്ലെങ്കിൽ 4 times ഓഫ് വിഡ്ത്ത് ആയിരിക്കും അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. പിന്നെ ഡെപ്തിന്റെ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം 1500 അല്ലെങ്കിൽ നമ്മളൊരു മിനിമം ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ടാങ്കിന്റെ കേസ് ആണെങ്കിൽ ഒരു 1300 വരെ മിനിമം നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. ഇനി അതല്ല ഒരു ഒരു 50 പീപ്പിൾസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ മാക്സിമം നമ്മൾ എത്ര മിനിമം ഡെപ്ത് അല്ലെങ്കിൽ മാക്സിമം ഡെപ്ത് എന്ന് പറയുമ്പോൾ 1800 വരെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഒരു റെക്കമെൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എത്രയൊക്കെ ഒരു 1500 ആണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. അപ്പോൾ 1500 mm നമ്മൾ എന്ത് ചെയ്യും, ഡെപ്ത് പ്രൊവൈഡ് ചെയ്യും. ഇനി ഈ ഡെപ്ത് പ്രൊവൈഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്, ഒരു ഫ്രീ ബോർഡ് എക്സ്ട്രാ കൊടുക്കാറുണ്ട്. ഫ്രീ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ടാങ്ക് ഓർമ്മയിൽ വരിക, ആ ടാങ്ക് വന്നിട്ട് വെള്ളം ഫില്ലായി നിൽക്കും. വെള്ളം ഫില്ലായി വന്നു കഴിഞ്ഞാൽ അതിന്റെ മുകളിലേക്ക് കുറച്ച് പോർഷൻസ് നമ്മൾ എന്ത് ചെയ്യും, ഫ്രീ ആയിട്ട് കൊടുക്കും. അവിടെ എന്ത് ചെയ്യില്ല, വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കില്ല, അവിടേക്ക് വെള്ളം കയറില്ല. ആ ഭാഗമാണ് ഫ്രീ ബോർഡ് എന്ന് പറയുന്നത്. ആ ഫ്രീ ബോർഡ് എത്ര കൊടുക്കുക, ഒരു 450 mm ഫ്രീ ബോർഡാണ് മാക്സിമം ഡെപ്തിന്റെ കേസിൽ, അല്ലെങ്കിൽ ഒരു 300 mm ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ ഇൻലെറ്റും ഔട്ട്ലെറ്റ് പൈപ്പുകൾ. അപ്പോൾ ഒരു ഇൻലെറ്റ് ഔട്ട്ലെറ്റ് പൈപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 100 mm ഡയമീറ്ററിലുള്ള പൈപ്പാണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുക. അതൊരു ടി ഷേപ്പിലുള്ള പൈപ്പ്, ടി പൈപ്പ് ആയിരിക്കാം. പിന്നെ അത് ഏകദേശം 250 to 600 mm ബിലോ ദ ലിക്വിഡ് ലെവൽ ആയിരിക്കും. ഏകദേശം ഈ 200 600 mm ഇടയിലാണ്. അപ്പോൾ നമ്മൾ ഏകദേശം എപ്പോഴും ഒരു 450 mm ആണ് ആ റേഞ്ച് നമ്മൾ എപ്പോഴും ഫിക്സ് ചെയ്യാറ്. അപ്പോൾ 200 600 ഇടയിൽ നിങ്ങൾക്ക് അത് കൊടുക്കാം, 300 കൊടുക്കാം, എല്ലാം കൊടുക്കാം. പക്ഷെ നമ്മൾ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് എത്രയാണ്, 450 mm. അത് ഞാൻ അടുത്ത സ്ലൈഡിലായിട്ട് പറഞ്ഞു തരാം. ഇനി എപ്പോഴും കൊടുക്കുന്ന പൈപ്പിന്റെ ഡയമീറ്റർ എത്രയാണ്, ഇൻലെറ്റ് ഔട്ട്ലെറ്റും 100 mm ഡയമീറ്റർ. അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും മാർക്ക് ചെയ്തിടണം കേട്ടോ. ഇനി അടുത്തത് ബാഫിൾ വാൾസ് ആണ്. നമ്മൾ ബാഫിൾ വാൾസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട് സെപ്റ്റിക് ടാങ്കിന്റെ ഇടയിൽ. കാരണം എന്താണ്, നമ്മൾ എന്തെങ്കിലും തടഞ്ഞ് നിർത്തിയിട്ട് അവിടുന്ന് കുറച്ചുകൂടി ഫിൽറ്റർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ബാഫിൾ വാൾസ്. അതുപോലെ നമ്മളെ പൈപ്പിന്റെ ഇടയ്ക്ക് ഒന്ന് കയറി, ഈ പൈപ്പിന്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും കയറി നിന്ന് കഴിഞ്ഞാൽ അത് ബ്ലോക്ക് ആവും. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാഫിൾ വാൾസ് പ്രൊവൈഡ് ചെയ്യാറ്. അപ്പോൾ അതിൽ ചില സമയത്ത് സ്കം ബാഫിൾ വാൾസ്, ഒരു ഹാങ്ങിങ് ടൈപ്പിലുള്ള സ്കം ബാഫിൾ വാൾസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അത് ചില സമയത്ത് എപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നത് എവിടെയാണ്, ഇൻലെറ്റ് പൈപ്പിന്റെ അവിടെ എപ്പോഴും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ചില സമയത്ത് ഔട്ട്ലെറ്റ് പൈപ്പിന്റെ അവിടെ അത്ര ഇമ്പോർട്ടൻസ് അല്ല കൊടുക്കണം കൊടുക്കണ്ട എന്നുള്ളതൊക്കെ. കാരണം ഓൾറെഡി അവിടെ ഇതിന്റെ ഇടയിൽ ഒരു ബാഫിൾ വാൾ വരും, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ കമ്പാർട്ട്മെന്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഓൾറെഡി മെറ്റീരിയൽസ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യില്ല, എക്സ്ട്രാ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറ്. പക്ഷേ ഇൻലെറ്റിന്റെ അവിടെ എന്താണ് എപ്പോഴും ബാഫിൾ വാൾ പ്രൊവൈഡ് ചെയ്യാം. ഇനി ആ ഇൻലെറ്റ് ബാഫിൾ വാൾസിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു L/5 ഫ്രം ദ വാൾ ആയിരിക്കാം. അതായത് വാളിൽ നിന്ന് ഒരു L/5. അതെപ്പോഴും നിങ്ങൾ എപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നത് 150 mm പ്രൊവൈഡ് ചെയ്യാം. extend 150 mm above to the stem level and 400 to 700 below it. അതായത് നമ്മളുടെ ബാഫിൾ വാളിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാട്ടർ ലെവലിന്റെ ഹൈറ്റ് ഒരു 150 mm പ്രൊവൈഡ് ചെയ്യും. താഴേക്ക് ഒരു 450 mm, അതായത് 400 to 700 below it എന്നാണ്. ഒരു 450 mm നമ്മൾ താഴേക്ക് പ്രൊജക്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഈ തിക്നെസ് ഓഫ് വാൾസ് ചില സമയത്ത് 50 mm to 100 mm വരെ അതിന്റെ തിക്നെസ് ചേഞ്ച് ചെയ്യും. പിന്നെ അതിന്റെ ഇടയിൽ എന്തുണ്ടായിരിക്കും, ഹോൾസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. എന്തിനാ, ഈ സ്ലഡ്സ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും.
പിന്നെ അതുപോലെ സെപ്റ്റിക് ടാങ്കിന് എന്തുണ്ടാവും, ഒരു റൂഫിംഗ് കവറിങ് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. അതൊരു RCC കവറാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറ്. അതിൻ്റെ ഏകദേശം തിക്നെസ് എത്രയായിരിക്കും, 75 to 100 mm ആയിരിക്കും RCC സ്ലാബ് എന്ന് പറയുന്നത്. ഇനി ഈ RCC സ്ലാബിൻ്റെ മുകളിൽ ഒരൊറ്റ കവർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഇതിൻ്റെ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ചെക്ക് ചെയ്യേണ്ടേ. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കും, മാൻ ഹോൾസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ മാൻ ഹോൾസ് ചില സമയത്ത് എന്തായിരിക്കും, 500 mm സർക്കുലർ ഷേപ്പിലുള്ള ഡയമീറ്ററിലുള്ള മാൻ, അല്ലെങ്കിൽ അതിൻ്റെ മുന്നേ നമ്മൾ ടാങ്കിൻ്റെ മുന്നേ നമ്മൾ ഇൻസ്പെക്ഷൻ ചാമ്പർ എന്ന് പറയും. അപ്പോൾ ആ ഇൻസ്പെക്ഷൻ ചാമ്പർ ചിലപ്പോൾ റെക്ടാങ്കുലർ ഷേപ്പിലുള്ളതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഏകദേശം ഓപ്പണിംഗ് ക്ലിയർ സൈസ് എന്ന് പറയുമ്പോൾ അങ്ങനെ റെക്ടാങ്കുലർ പോസ്റ്റിൽ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഏകദേശം എത്ര കൊടുക്കുക, 600/450 mm എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാം. പിന്നെ വെന്റിലേഷൻ പൈപ്പാണ്. നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ എല്ലാവരെയും പിന്നെ സെപ്റ്റിക് ടാങ്കിൻ്റെ മുകളിലേക്ക് ഒരു എക്സ്ട്രാ പൈപ്പ് മുകളിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടാവും. എന്തിനാണ്, നമ്മളതിൽ സ്മെല്ലുകളൊക്കെ ജസ്റ്റ് ഒന്ന് ഫൗൾ ഗ്യാസ് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെന്റിലേഷൻ പൈപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഏകദേശം എത്രയായിരിക്കും, ഡയമീറ്റർ 50 to 100 mm ഡയമീറ്റർ ആണ് പ്രൊവൈഡ് ചെയ്യുക. ഇനി അതിൻ്റെ ഹൈറ്റ് എത്രയായിരിക്കും, വിച്ച് ഷുഡ് എക്സ്റ്റെൻഡ് 2 meter എബവ് ദ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഏകദേശം 2 meter ഹൈറ്റിൽ അത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഈ ഒരു വെന്റിലേഷൻ പൈപ്പിന്റെ മുകളിൽ എന്ത് കൊടുത്തിട്ടുണ്ടാവും, മെഷുകൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇനി ഞാൻ പറഞ്ഞിട്ടുള്ളത് അടുത്തത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫിഗർ ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ 2 കമ്പാർട്ട്മെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കും. ഒരൊറ്റ സിംഗിൾ കമ്പാർട്ട്മെന്റ് ആർക്കും കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അതിലത്തെ നിങ്ങൾക്ക് തന്ന ഡയമെൻഷൻസ് നീട്ട് കൊടുത്താൽ. പക്ഷേ 2 കമ്പാർട്ട്മെന്റ് തന്നു, പക്ഷെ നിങ്ങളിത് എന്ത് പറഞ്ഞിട്ടില്ല, ക്വസ്റ്റ്യനിൽ എന്ത് പറഞ്ഞിട്ടില്ല, അതിന്റെ നീളം വീതി ഒന്നും പറഞ്ഞിട്ടില്ല. 2 കമ്പാർട്ട്മെന്റിന് നീളം പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ എപ്പോഴും കൊടുക്കുന്ന ഫസ്റ്റ് കമ്പാർട്ട്മെന്റ് കുറച്ച് വലുതായിരിക്കാം, അത് 2 times ഓഫ് വിഡ്ത്ത് ആയിരിക്കും. സെക്കൻഡ് കമ്പാർട്ട്മെന്റ് വിഡ്ത്തിന് ഈക്വൽ ആവും. അപ്പോൾ ഫസ്റ്റ് കമ്പാർട്ട്മെന്റിന്റെ നീളം കൂടുതലും രണ്ടാമത്തെ കമ്പാർട്ട്മെന്റിന്റെ നീളം കുറവാവും. പിന്നെ ഇവിടെ കാണിച്ചിട്ടുള്ളത് സെപ്റ്റിക് ടാങ്കിന്റെ ഇൻലെറ്റ് പൈപ്പിന്റെ കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഇൻലെറ്റ് പൈപ്പിൽ നമ്മൾ പറയാം, ഇപ്പോൾ ഞാൻ പറഞ്ഞു വാട്ടർ ലെവൽ ഉണ്ടെങ്കിൽ അതിന് മുകളിലേക്ക് 150 mm താഴേക്ക് എത്ര കൊടുക്കണം, 450 mm. അത് എപ്പോഴും ആ റേഞ്ചിൽ തന്നെ നിങ്ങൾ കൊടുത്താൽ ഇൻലെറ്റ് പൈപ്പിന്റെ ഹൈറ്റ് എത്ര കൊടുക്കുക, 150 mm എന്നും താഴേക്ക് 450 mm ഹൈറ്റിൽ താഴേക്ക് ബോട്ടത്തിലേക്ക് അതിന്റെ മെഷർമെന്റ് കൊടുക്കാം. പിന്നെ നമ്മൾ ബാഫിൽ പ്ലേറ്റിന്റെ കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഇൻലെറ്റിന്റെ ഔട്ട്ലെറ്റിന്റെയും ഭാഗത്ത് ചിലപ്പോൾ ബാഫിൽ പ്ലേറ്റുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. കാരണം എന്താണ്, നമ്മൾ എന്തെങ്കിലും ബ്ലോക്കേജ് വരാതിരിക്കാൻ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാഫിൽ പ്ലേറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ചില കേസുകളിൽ ഇപ്പോൾ ഒരു വിഡ്ത്ത് 1200 mm അല്ലെങ്കിൽ ഡെപ്ത് ഒരു 1200 കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഒരു ബാഫ് പ്ലേറ്റ് നമ്മൾ ഔട്ട്ലെറ്റ് പൈപ്പിന്റെ അവിടെ യൂസ് ചെയ്യും. ഇതാണ് ബാഫ് പ്ലേറ്റ് എന്ന് പറയുന്നത്, ഈ ഭാഗം. അപ്പോൾ ഇവിടെ ബാഫ് പ്ലേറ്റ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ച ഔട്ട്ലെറ്റിന്റെ അവിടെ എന്ത് ചെയ്യണമെന്നുണ്ട്, one second. അപ്പോൾ നമ്മൾ ഫിഗർ 6.22 സെപ്റ്റിക് ടാങ്ക് ഔട്ട്ലെറ്റ് ബാഫിൽ പ്ലേറ്റ് എന്ന് കണ്ടില്ല. അപ്പോൾ നമ്മൾ ഔട്ട്ലെറ്റ് പൈപ്പിന്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ എന്ത് കൊടുക്കും, ഒരു ബാഫിൽ ചെറിയ പ്ലേറ്റ് പോലെ പ്രൊവൈഡ് ചെയ്യും. പക്ഷെ നമ്മളുടെ ഡെപ്ത് ഓഫ് ടാങ്ക് 1200 കൂടുതലാണെന്ന് വിചാരിക്കുക. അപ്പോൾ 1200, അതായത് ഒരു 1500 ഒക്കെ വരുന്ന ഒരു ഡെപ്ത് ആണ് നിങ്ങൾക്ക് തന്നെങ്കിൽ നിങ്ങൾ ഔട്ട്ലെറ്റിന്റെ അവിടെ കാണിക്കേണ്ട ഫിഗർ ഇങ്ങനെ ആയിരിക്കും. ഈ ഫിഗർ ആണ് നിങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണും ഒരു സ്കം ബോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തിൻ ലൈൻ. അപ്പോൾ ആ തിൻ ലൈനിന്റെ ഇവിടെ നിങ്ങൾക്ക് കാണാം താഴത്തെ ഫിഗർ 6.23 സെപ്റ്റിക് ടാങ്ക് ഔട്ട്ലെറ്റ് യൂസിങ് ഫുൾ വിത്ത് വെയർ സെക്ഷൻ എന്ന് കാണാം. പ്ലാനും സെക്ഷനുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സെക്ഷന്റെ അവിടെ നിങ്ങൾക്ക് ഒരു ചെറിയ ബ്ലാക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ലൈൻ കാണും. അപ്പോൾ അതാണ് നമ്മളെ സ്കം ബോർഡ് എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ മുന്നിൽ കാണുന്ന ഒരു വാളാണ്. ആ വാൾ എന്താണ്, നമ്മളെ സെപ്റ്റിക് ടാങ്കിന്റെ ഔട്ടർ വാളാണ് വരുന്നത്.
പിന്നെ അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാന്നുണ്ട് നമ്മൾ വെള്ളം വന്ന് ഉള്ളിൽ വന്ന് പിന്നെ പുറത്തേക്ക് പൈപ്പ് നമ്മൾ കണക്ഷൻ കൊടുക്കുക. അപ്പോൾ ആ കണക്ഷൻ്റെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ നേരിട്ട് കണക്ഷൻ ചെയ്യല്ല, അതിൻ്റെ ഇടയിൽ ഒരു ബ്ലോക്ക് ഇട്ടതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, കണക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ള റേഞ്ച് എത്രയായിരിക്കും, ഒക്കെ 150 mm ആണ് ഗ്യാപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ബാഫ് പ്ലേറ്റിൻ്റെ താഴേക്ക് എത്ര കൊടുക്കും, 450 mm, ഹൈറ്റ് എത്ര വരും, 150, വാട്ടർ ലെവലിന് മുകളിലേക്ക് 150 mm എന്നുള്ള രീതിയിലും നമ്മൾ മെഷർമെൻറ്റ് പ്രൊവൈഡ് ചെയ്യും. ഇനി നമ്മളെ ഫിഗർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, ഏകദേശം നിങ്ങൾക്ക് അതിൻ്റെ റെഡി ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ സെപ്റ്റി ടാങ്ക് സെക്ഷൻ പ്ലാൻ ZZ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, സെക്ഷൻ എക്സസ് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ സെക്ഷൻ പ്ലാൻ ഒരു ചെറിയൊരു രീതിയിൽ എങ്ങനെയാണ് സെപ്റ്റി ടാങ്ക്, ആദ്യം നിങ്ങൾക്ക് പറയാം ഇൻലെറ്റ് പൈപ്പ് ഉള്ളിലേക്ക് വരുന്നു. അപ്പോൾ ആ ടാങ്ക് മൊത്തത്തിൽ നിങ്ങൾ കാണിച്ചു. ഇവിടെ ഞാൻ എന്ത് കൊടുത്തിട്ടില്ല, ഇൻസ്പെക്ഷൻ ചാമ്പർ കാണിച്ചിട്ടില്ല കേട്ടോ, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സെപ്റ്റി ടാങ്കാണ് ഇത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നേരിട്ട് വന്നു, എന്നിട്ട് ആ ടാങ്കിൻ്റെ ഉള്ളിൽ വന്ന് നിന്നാണ് അതിൻ്റെ ബ്രെഡ്ത്തും ലെങ്ത്തും കാണിച്ചിട്ടുണ്ട്. ലെങ്ത്ത് എവിടേക്കാണ്, ബ്രെഡ്ത്ത് ഏതാണെന്നുള്ളത്. ബ്രെഡ്ത്ത് മീൻസ് നമ്മൾ വിഡ്ത്ത് എന്ന് പറയുന്നത്. പിന്നെ അത് നേരെ ഔട്ട്ലെറ്റ്, പിന്നെ നമ്മളുടെ പൈപ്പിൻ്റെ ഡയമീറ്റർ എത്ര പറഞ്ഞു, 100 mm ഡയമീറ്റർ പൈപ്പാണ് ഔട്ട്ലെറ്റ് പൈപ്പിൻ്റെയും വരുന്നത്. ഇനി ഇതേപോലെ അതിൻ്റെ സെക്ഷൻ എക്സസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെക്ഷൻ കട്ട് ചെയ്യുക. അപ്പോൾ സെക്ഷൻ കട്ട് ചെയ്യുന്ന സമയത്ത് ഇൻലെറ്റ് പൈപ്പിൻ്റെ അവിടെ നമ്മൾ എന്ത് ചെയ്തു, 100 mm ഇൻലെറ്റ് പൈപ്പ് വന്നു. അതിൻ്റെ വെന്റിലേഷൻ പൈപ്പ് നിങ്ങൾക്ക് അറിയാം, അത് എത്രയാണ് തന്നിട്ടുള്ളത്, 50 mm to 100 mm ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ ഏകദേശം വെന്റിലേറ്റിംഗ് പൈപ്പ് അവിടെ വന്നു. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ 450 mm ആണ് എന്ത് പറഞ്ഞിട്ടുള്ളത്, ജസ്റ്റ് നമ്മളെ ഇൻലെറ്റ് പൈപ്പ് അത് 450 mm, അത് 300 mm to 200 to 750 ആ റേഞ്ച് ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 300 mm റേഞ്ച് കൊടുക്കാം. അല്ലാണ്ട് നിങ്ങൾ എപ്പോഴും എടുത്താൽ മതി 450 mm. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ വാല്യൂ കൊടുക്കുക, തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 450 mm. പിന്നെ ഫ്രീ ബോർഡ് നിങ്ങൾ എത്ര കൊടുക്കുക, 300 mm പ്രൊവൈഡ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യുക, ഡെപ്ത് ക്യാപിറ്റൽ ഡെപ്ത് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് എന്ത് കൊടുത്തിട്ടുള്ളത്, ഡെപ്ത് ഓഫ് സെപ്റ്റി ടാങ്ക് എന്ന് പറയുന്നത്. അത് ഏകദേശം മിനിമം എത്ര വേണം, ഒരിക്കലും 1200 കൂടുതലാവാൻ പാടില്ല. ആൾക്കാർ കൂടുന്തോറും ഡെപ്ത് കൂടും. അപ്പോൾ അത് ഏറ്റവും റെക്കമെൻഡ് ചെയ്യുന്നത് 1500 ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ താഴെ നമ്മൾ എന്ത് ബോട്ടം കോൺക്രീറ്റ് ആണ് ചെയ്തിരിക്കുന്നത്, സിമെന്റ് കോൺക്രീറ്റ് ആണ്, അത് 1:2:4 ആണ് പ്രൊവൈഡ് ചെയ്യുക. സ്ലോപ്പ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്, സ്ലോപ്പ് എത്രയാണ്, 1:10 മുതൽ 1:20 വരെ പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഔട്ട്ലെറ്റ് പൈപ്പ്, പിന്നെ അതിൻ്റെ മുകളിൽ എന്തുണ്ടാവും, കോൺക്രീറ്റിൻ്റെ സ്ലാബ് വാർത്തിടും. ആ സ്ലാബിൻ്റെ തിക്നെസ് എത്രയായിരിക്കും, 75 mm to 100 mm ആയിരിക്കും സ്ലാബിൻ്റെ. പിന്നെ ആ സ്ലാബിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യും, മാൻ ഹോൾസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സാധാ ഒരു ഫിഗർ. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്, ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഫോളോയിങ് ആർ ദ ഡീറ്റെയിൽസ് ഓഫ് സെപ്റ്റി ടാങ്ക് ഫോർ ഓവർ 50 യൂസേഴ്സ്. 50 യൂസേഴ്സ് ആണ് പറഞ്ഞത്. അപ്പോൾ അത് ഏകദേശം ഒരു നല്ല എമൗണ്ട് വരും. കാരണം ഒരാൾ 70 ലിറ്റർ പെർ ഡേ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഡിറ്റക്ഷൻ ടൈം ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുക. നിങ്ങളെല്ലാവരും ചെയ്തിട്ടുണ്ടോ എൻഡോമെന്റിൽ. അപ്പോൾ ഒരു 50 യൂസേഴ്സിന് എന്തായാലും മിനിമം നമുക്ക് എന്ത് ചെയ്യണം, 1500 mm ഡെപ്ത് ഉള്ള ഒരു നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യണം, ഒരു ടാങ്ക് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യനിൽ സൈസ് ഓഫ് ദ ടാങ്ക് തന്നിട്ടുണ്ട്, 6.8 by 1.75 മീറ്റർ വിത്ത് 2 കമ്പാർട്ട്മെന്റ്. അപ്പോൾ 6.8 എന്ന് പറയുന്നതാണ് അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ലെങ്ത് എന്ന് പറയുന്നതാണ് 6.8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നത് പെൻസ്റ്റോക്ക് നിങ്ങളെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ദ ഫോളോയിങ് ആർ ദ ഡീറ്റെയിൽസ് ഓഫ് സെപ്റ്റി ടാങ്ക് ഫോർ ഓവർ 50 യൂസേഴ്സ്. ദ സൈസ് ഓഫ് ടാങ്ക് 6.802 by 1.75 meter with 2 compartments. Brick masonry wall 30 cm thick ആണ്. ബെഡ് കോൺക്രീറ്റ് 20 cm thick, 1:3:6 ആണ് തന്നിരിക്കുന്നത്. പിന്നെ ബെഡ് സ്ലോപ്പ് 1:10, ബാഫിൾ വാള് 1.5 meter ഡെപ്ത് അറ്റ് ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ്. അപ്പോൾ നമ്മൾ ബാഫിൾ വാളിന്റെ ഡെപ്ത് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തെന്നുള്ളത് അറിയണം, ഹൈറ്റ് അതിൽ നിന്ന് കിട്ടും. പിന്നെ ഫ്രീ ബോർഡ് തന്നിട്ടുള്ളത് 0.5 meter ആണ് തന്നിട്ടുള്ളത്. ഫ്രീ ബോർഡ് എത്രയാണ് തന്നിട്ടുള്ളത്, 0.5 meter. ഫ്രീ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഓപ്പൺ സ്പേസ് എത്രയാണ് കൊടുക്കുന്നത്, 0.5 meter ആണ്. എന്നിട്ട് ഇതിന്റെ പ്ലാനും സെക്ഷനും രണ്ട് ക്വസ്റ്റ്യനും കൂടി, രണ്ട് പ്ലാനും സെക്ഷൻ ആയതുകൊണ്ട് ഇതിവിടെ മാർക്ക് എത്രയാണ്, 25-ലാണുള്ളത്. കഴിഞ്ഞ ഒരു പ്രോബ്ലത്തിൽ ജസ്റ്റ് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ 10 മാർക്ക് ഉണ്ടാവുള്ളൂ, പ്ലാൻ മാത്രം ചോദിക്കുകയാണെങ്കിൽ 10 മാർക്കാണ്. അപ്പോൾ സെക്ഷൻ എലിവേഷൻ രണ്ടും ചോദിച്ചതുകൊണ്ട് മാർക്ക് കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ
എങ്ങനെയാണ് വരച്ച് തുടങ്ങുകയെന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് പറയാം. ഇതിൽ നിങ്ങളോട് ഇൻലെറ്റ് ചാമ്പറിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇൻലെറ്റ് ചാമ്പറിന്റെ കാര്യം പറയാത്തതുകൊണ്ട്